പീലാത്തോസിൻ്റെ ഗബദ എന്ന കൽത്തളത്തിൽ യേശുവിനെ കമഴ്ത്തി കിടത്തി. ഒരു കറുത്ത തുണി യേശുവിൻ്റെ തലവഴിയിട്ട് മൂടി, കൈ പുറകോട്ട് പിടിച്ച് കെട്ടി. 126 ഒട്ടകത്തോലിൻ്റെ വാറുകൾ 7ആയി പിന്നിയുണ്ടാക്കിയ ആ 7 വള്ളികളും ഒരു ചമ്മട്ടിയിൽ കെട്ടി, അതിൻ്റെ അറ്റത്ത് ചൂണ്ടകളും ഈ ഉണ്ടകളും അസ്ഥി കഷ്ണങ്ങളും ഉണ്ടാക്കിയ ഒരു ചമ്മട്ടി. അതുകൊണ്ടൊന്നും അടിക്കാൻ പാടില്ല, യഹൂദന് നിയമമില്ല. പ്രമാണം കക്ഷത്തിൽ വെച്ചുകൊണ്ട് മാത്രമേ ഒരാൾ അടിക്കാൻ പാടുള്ളൂ. അത്രയും ആയമേ ആടിക്കുണ്ടാകാവൂ എന്ന പ്രമാണം. പക്ഷെ അങ്ങനൊന്നല്ല. യേശുവിനെ കമഴ്ത്തി കിടത്തി. യേശുവിൻ്റെ പുറം മുഴുവൻ ചാലുകൾ പോലെ കീറുമ്പോൾ പിശാചിനറിയില്ല യെശയ്യാവ് 53:4 എന്താ എഴുതിയെന്ന്. അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം. യേശു അടിക്കൊള്ളുമ്പോൾ ഓരോ അടിയും നമ്മുടെ ഓരോ രോഗത്തിൻ്റെ സൗഖ്യങ്ങളായി വ്യാപരിക്കുന്നു. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാനിന്ന് രാത്രി പറയട്ടെ, നീ ഓരോ പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഓരോ ഭാരത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ, കാരണമില്ലാതെ നീ വേദനിക്കുമ്പോൾ, അതിനപ്പുറത്തൊരു നന്മ നിനക്ക് വരുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നവർ ഈ പന്തലിൽ ആഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ. പ്രതികൂലങ്ങൾ നിന്റെ തലയുടെ കിരീടത്തിന്റെ മുത്തുകളായി മാറുന്ന